വെൽക്കം ടു OP 11.0 സിലബസ് ഡിക്കോട്ട് ക്ലിനിക്സ്. MA സോഷ്യോളജിയുടെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് അഥവാ നമ്മുടെ ഒപ്പം സഞ്ചരിക്കാനായിട്ട് രണ്ട് മെന്റേഴ്സും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സൈക്കോളജി മെന്റർ ആയിട്ടുള്ള നസ്ലയും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ സൈഡിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആയിട്ടുള്ള മുബീനയും ഉണ്ട്. അപ്പം അവരെ രണ്ടുപേരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഇതുവരെ 8 സെഷൻസിലും ജസ്റ്റ് നിങ്ങളുടെ സിലബസ് അല്ല, എൻറ്റയർ ഇഗ്നോ അങ്ങനെയാണ് പഠിച്ചത്. പക്ഷെ ഈ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് MA സോഷ്യോളജി എന്നുള്ള ഒരു കോഴ്സ് എങ്ങനെ പോകുന്നു, എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, എന്തൊക്കെ സബ്ജക്ട്, എത്ര ബ്ലോക്സ്, യൂണിറ്റ്സ്, അങ്ങനെ ഈച്ച് ആൻഡ് എവറി പാർട്സ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇഗ്നോ സിലബസ് ഡിക്കോഡിംഗ് MA സോഷ്യോളജി പ്രോഗ്രാം, നമ്മുടെ പ്രോഗ്രാം കോഡ് വരുന്നത് MASO എന്നാണ്. ഫസ്റ്റ് ഇയർ കോഴ്സ് ആണ് നമ്മൾ ഇന്നിപ്പോ ഇവിടെ എൻറ്റയർലി ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കോഴ്സസ് ഏതൊക്കെയാണ്, ബ്ലോക്സ്, യൂണിറ്റ്സ്, ക്രെഡിറ്റ്സ്, അതിന് ഈച്ച് ആൻഡ് എവറി പാർട്ടും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വാട്ട് ദിസ് ഡെക്ക് വിൽ ഹെൽപ്പ് യു, എങ്ങനെയാണ് നിങ്ങളെ ഈ ഒരു ഓറിയന്റേഷനിലൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു വിഷ്വലൈസ് സ്ട്രക്ചർ തന്നെ നമ്മൾ തരും. എങ്ങനെയാണ് MASO പ്രോഗ്രാം, അതായത് ഡൗൺ ലെവലിൽ നിന്ന് ഓരോ യൂണിറ്റ് അഥവാ ടോപ്പിക്സിലേക്ക് വരെ നിങ്ങളെ ഈ ഒരു സെഷനിലൂടെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. പിന്നെ ഡീകോഡ് ചെയ്യാണ്, കോംപ്ലക്സിറ്റി ഡീകോഡ് ചെയ്യാണ്. നമുക്ക് പ്രധാനമായിട്ടും 10 കോർ കോഴ്സ് ആണ് MASO പ്രോഗ്രാമിന് ഉള്ളത്. അതിനെ ബ്ലോക്ക് ലെവലിലും ലോജിക്കൽ ഫ്ലോസിലുമായിരിക്കും ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ അലൈൻ റിസോഴ്സസ്, എന്തൊക്കെ റിസോഴ്സസ് ആണ്, അതായത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെ റിസോഴ്സസ് ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളത് എന്നൊക്കെയാണ് ഇതിലൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ അഥവാ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ? താങ്ക് യു. ദെൻ അജണ്ട, ഈ ഒരു പ്രോഗ്രാമിന്റെ അജണ്ടയാണ്, ഇന്നത്തെ ഒരു ഓറിയന്റേഷന്റെ അജണ്ടയാണ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇഗ്നോ സ്ട്രക്ചർ, നോമൻക്ലേച്ചർ, ഹൈറാക്കീസ് ആൻഡ് ക്രെഡിറ്റ്സ്. അതായത് നോമൻക്ലേച്ചർ, ഹൈറാക്കീസ്, ക്രെഡിറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ MASO ഫസ്റ്റ് ഇയർ പ്രോഗ്രാമിന്റെ ഒരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്. ദെൻ ഡീറ്റെയിൽ കോഴ്സ് ഡീകോഡിംഗ്, യൂണിറ്റ് ബൈ യൂണിറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് 10 കോഴ്സസിനെ കുറിച്ചും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് മാപ്പിംഗ് ടു ലേണിംഗ് സപ്പോർട്ട്, ജെൻട്രിക് ഫ്രെയിംവർക്ക് ഫോർ എക്സാം റെഡിനെസ് ആൻഡ് ടൂൾസ്. അതിൽ നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യാണ്. എങ്ങനെയൊക്കെയാണ് ലേൺ വൈസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എന്നാണ് ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ഇഗ്നോ സിലബി ആർ ഓർഗനൈസ്ഡ്, എങ്ങനെയാണ് ഇഗ്നോയുടെ സിലബസ് MASO പ്രോഗ്രാമിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ഫ്ലോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാം ആര് ചോദിച്ചാലും നമ്മൾ പറയണം നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ MASO മാസ്റ്റർ ഓഫ് ആർട്സ് ആണ്, മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ സോഷ്യോളജി. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ ആണ്. കോഴ്സസ് എക്സാമ്പിൾ വരുമ്പോൾ MSO 101, അതായത് ഹൺഡ്രഡ്സിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഫസ്റ്റ് ഇയർ കോഴ്സസിനെ ആയിരിക്കും 100 ഡിജിറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ദെൻ ബ്ലോക്സ്, അതോടൊപ്പം തന്നെ യൂണിറ്റ്സും ആണ് ഇവിടെ ഇന്ന് ഡിസ്കസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹൗ ടു റീഡ് കോഴ്സ് കോഡ്സ്, എങ്ങനെയാണ് നമ്മൾ കോഴ്സ് കോഡ് റീഡ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ദെൻ ഡിസ്കസ് ചെയ്യുന്നത്. MSO 101, ദെൻ MSO കോഡ് കോർ പ്രോഗ്രാം ഐഡന്റിഫയർ, അതായത് MA സോഷ്യോളജി ആണ് നമ്മുടെ കോഡ്. അതായത് MSO എന്ന് പറയുമ്പോൾ M സ്റ്റാൻഡ്സ് ഫോർ മാസ്റ്റർ ഓഫ് ആർട്സ്, SO മീൻസ് സോഷ്യോളജി. ദെൻ 101 സീക്വൻഷ്യൽ കോഴ്സ് നമ്പർ ആണ്. അത് ഫസ്റ്റ് ഇയർ കോഴ്സ് ആകുമ്പോഴാണ് നമ്മളത് 100 ഡിജിറ്റ്സ് വെച്ചിട്ട് നമ്മൾ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ MSOE 105 ആണ് ആ കോഴ്സിന്റെ കോഡ് വരുന്നത്. ഇതൊരു ഇലക്ടീവ് ഐഡന്റിഫയർ ആണ്. ഇൻഡിക്കേറ്റ്സ് DSC, അതായത് ഡിസിപ്ലിൻ സെക്ഷണൽ എഡ്യൂക്കേഷൻ എന്നാണ്. 105 സീക്വൻഷ്യൽ കോഴ്സ് നമ്പർ ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആണ് വരുന്നത്. വാട്ട് ദേ റെപ്രസെന്റ്, എ സിംഗിൾ ബ്ലോക്ക് act as a major theme or module within the course. It contains logically grouped chapters ആയിരിക്കും. അതായത് യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 അങ്ങനെ ബ്ലോക്കിനുള്ളിൽ വരുന്നതായിരിക്കും എപ്പോഴും യൂണിറ്റ്സ്. ഓക്കെ, ക്രെഡിറ്റ്സ് വരുന്നത് വാട്ട് ദേ ഇംപ്ലൈ, നമ്മൾ 4 ക്രെഡിറ്റ്സിലായിരിക്കും, നമ്മുടെ ഓരോ പേപ്പേഴ്സിനും 4 ക്രെഡിറ്റ്സിലായിരിക്കും മാർക്സ് വരുന്നത്. All 10 courses in the MASO first years are equally weighted at 4 credits each. Then
സിലബസ് ഡിക്കോഡിംഗ് ലെജൻഡ് ആണ്. മാൻഡേറ്ററി കോർ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കാം. മാൻഡേറ്ററി ഫൗണ്ടേഷണൽ സബ്ജക്ട്സ് ആർ റിക്വയർഡ് ഫോർ ദ പ്രോഗ്രാം. ദെൻ DSC ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് സ്പെഷ്യലൈസ്ഡ് അഥവാ ഓപ്ഷണൽ പേപ്പേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ urban സോഷ്യോളജി എന്നുള്ളത് ഒരു ഓപ്ഷണൽ പേപ്പർ ആണ്. നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള വേറൊരു പേപ്പർ നിങ്ങൾക്ക് ഇതിന് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബ്ലോക്സ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് യൂണിറ്റ്സ് ഫോമിംഗ് എ ബ്രോഡ് തീം. ബ്ലോക്ക് എന്താണെന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യണ്ടല്ലോ. ദെൻ യൂണിറ്റ് വരുന്നത് ദി ഗ്രാനുലർ ലെവൽ ഓഫ് സ്റ്റഡി ആൻഡ് ഇൻഡിവിജ്വൽ ടോപ്പിക് ഓർ ചാപ്റ്റർ. അതായത് ബ്ലോക്സിനുള്ളിലായിരിക്കും നമ്മുടെ യൂണിറ്റ്സ് ഇൻവോൾവ് ചെയ്യുന്നത്. യൂണിറ്റ്സ് പഠിക്കുന്നതിലൂടെ ബ്ലോക്സ് പഠിക്കുന്നു. ബ്ലോക്സ് പഠിക്കുന്നതിലൂടെ നമ്മൾ എൻറ്റയർ കോഴ്സ് സ്ട്രക്ചർ ആണ് നമ്മൾ ഒരു വർഷം കൊണ്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ? ഓക്കെ. ദെൻ പ്രോഗ്രാം സ്നാപ്ഷോട്ട് MASO ഫസ്റ്റ് ഇയറിന്റെ. അതായത് നമുക്ക് ടോട്ടൽ കോഴ്സസ് വരുന്നത് 10 കോഴ്സ് ആയിരിക്കും. 10 കോഴ്സസ് മീൻസ് 10 പേപ്പേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. അതിനുള്ള ടോട്ടൽ ക്രെഡിറ്റ്സ് ആണ് 40 വരുന്നത്. പിന്നെ കോർ ടൈപ്സ് പറഞ്ഞാൽ നമുക്ക് കോർ കോഴ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ DSC കോഴ്സും ഉണ്ടാകും. ഓക്കെ, 8 കോർ കോഴ്സും 2 DSC പേപ്പറും ആയിരിക്കും. അങ്ങനെ 10 പേപ്പർ ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഇയർ ഫോക്കസ് ടേം സമ്മറി മെട്രിക്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു സ്ക്രീനിൽ തെളിയുന്നത്. അതിൽ ഏതൊക്കെ കോഴ്സ് ആയിരിക്കും, ആ കോഴ്സിന്റെ കോഡ് ഏതായിരിക്കും, അതിന് എത്ര ക്രെഡിറ്റ്സ് ആയിരിക്കും, അത് ഏത് ടൈപ്പ് ആയിരിക്കും, എത്ര ബ്ലോക്സ് ആയിരിക്കും, എത്ര യൂണിറ്റ്സ് ആയിരിക്കും എന്നാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് MSO 101 സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ആണ്. അതാണ് പേപ്പർ 1 ആയിട്ട് വരുന്നത്. അതിന്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 4 ആണ്. ഇതൊരു കോർ പേപ്പർ ആണ്. 4 ബ്ലോക്കുകളായിട്ട് 15 യൂണിറ്റ്സ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ MSO 102 സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് പാർട്ട് 2 ആണ്. അതിനും അതോടൊപ്പം തന്നെ 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. കോർ പേപ്പർ ആണ്, 4 ബ്ലോക്സ് ആണ്, 16 യൂണിറ്റ്സ് ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ MSO 103 സോഷ്യോളജി ഇൻ ഇന്ത്യ 4 ക്രെഡിറ്റ്സ് ആണ്. കോർ പേപ്പർ തന്നെയാണ്, ബ്ലോക്സ് 4 ആണ്, 16 യൂണിറ്റ്സ് ആണ് ഈ ഒരു പേപ്പറിന് വന്നിട്ടുള്ളത്. ദെൻ MSO 104 സോഷ്യോളജി ഇൻ ഇന്ത്യ പാർട്ട് 2 4 ക്രെഡിറ്റ്സ്, കോർ പേപ്പർ ആണ്, ബ്ലോക്സ് 4 ആണ്, 16 യൂണിറ്റ്സ് ആണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ദെൻ MSOE 105 ഇൻട്രൊഡക്ഷൻ ടു urban സോഷ്യോളജി 4 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. DSC ആണ്, 4 ആണ്, ബ്ലോക്സ് വരുന്നത് 14 യൂണിറ്റ്സ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ദെൻ MSO 106 റൂറൽ സോഷ്യോളജി 4 ആണ്, കോർ പേപ്പർ ആണ്, 5 ബ്ലോക്സ് ആണ്, 16 യൂണിറ്റ്സിലാണ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ദെൻ MSO 107 ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് 4 ആണ്, കോ പേപ്പേഴ്സ് ആണ്, 3 ബ്ലോക്സ് ആണ് വരുന്നത്, 13 യൂണിറ്റ്സ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. ദെൻ MSO 108 റിസർച്ച് മെത്തേഡ്സ് ക്രെഡിറ്റ്സ് 4 ആണ് വരുന്നത്, കോർ പേപ്പർ ആണ്, 3 ബ്ലോക്സ് ആണ് വരുന്നത്, 13 യൂണിറ്റ്സ് ആണ് അതിലും വരുന്നത്. ദെൻ MSO 109 അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഡാറ്റ 4 ക്രെഡിറ്റ്സ്, കോർ പേപ്പർ ആണ്, അതിൽ വരുന്നത് 5 ബ്ലോക്സും 16 യൂണിറ്റ്സും ആണ് വരുന്നത്. ദെൻ MSOE 110 urbanization ആൻഡ് urban ഡെവലപ്മെന്റ്, അതിൽ 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. DSC ആണ്, 4 ബ്ലോക്സ് ആണ് വരുന്നത്, അതിൽ 13 യൂണിറ്റ്സ് ആണ് വരുന്നത്. കോഴ്സ് ടൈപ്പ് മിക്സ് ആണ് ഇത് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, 10 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. അതായത് 8 കോർ കോഴ്സും 2 DSC കോഴ്സും ആണ് വരുന്നത്. അങ്ങനെ 80% പ്ലസ് 20% ടോട്ടൽ 100ലാണ് വരുന്നത്. അതായത് കോർ കോഴ്സിലൂടെ നിങ്ങൾക്ക് 32 ക്രെഡിറ്റ്സും 8 ക്രെഡിറ്റ്സ് വരുന്നത് നിങ്ങൾക്ക് DSC വഴിയാണ് ക്രെഡിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ദെൻ ഫോക്കസ് സ്കോപ്പ് ഫോർ ഡീപ് ഡിക്കോഡിംഗ് കംപ്ലീറ്റ് ഫസ്റ്റ് ഇയർ സിലബസ് ആണ് നമ്മൾ ഇതുവഴി കവർ ചെയ്യുന്നത്. ഓക്കെ, we will now decode the block and unit structure for all 10 courses including the MA Sociology first year program structure. Then first paper നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ MSO 101, ഇത് നമുക്ക് പ്രീവിയസ് ഇയറിലുമുള്ള പേപ്പർ ആണ്. കുറച്ചൊരു സോഷ്യോളജിക്കൽ കൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ആണ് ഇതിൽ കൂടുതലായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആരും സ്ട്രെസ്ഡ് ആവണ്ട, പേപ്പേഴ്സിന്റെ എണ്ണം കൂട്ടിയെന്ന് മാത്രം
മാത്രമേ ഉള്ളൂ. അതിന്റെ കോംപ്ലക്സിറ്റി വളരെ കുറച്ചിട്ടാണ് പുതിയ സിലബസ് അതായത് അവർ മേക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ പേപ്പറിലും വരുന്നത് ഞാൻ ഈച്ച് ആൻഡ് എവറി കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നില്ല, നമ്മൾ ഇനി പതിയെ അതെല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, ദെൻ 4 ക്രെഡിറ്റ് ആണ് ആ പേപ്പറിന് വരുന്നത്. ഇതൊരു കോർ ടൈപ്പ് ആണ്, വിച്ച് മീൻസ് കമ്പൽസറി ആണ്. 4 ബ്ലോക്കും 15 യൂണിറ്റ്സും ആണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ദെൻ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. MSO 101 ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് മാപ്പ് ആണ്. ബ്ലോക്ക് 1 പറയുന്നത് അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറി. യൂണിറ്റ് 1 2 3 4 അങ്ങനെ എന്തൊക്കെയാണ് നോക്കാം. യൂണിറ്റ് 1 വരുന്നത് സോഷ്യൽ തിയറി ആൻഡ് ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. ദെൻ യൂണിറ്റ് 2 കൺസെപ്റ്റ് ആൻഡ് തിയറി. യൂണിറ്റ് 3 തിയറി ആൻഡ് പാരഡിഗം. യൂണിറ്റ് 4 സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. ഇതിൽ തന്നെ ഒരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് നമ്പർ 1 എന്ന് പറയുന്നത്. Then moving to block number 2, concept, structure and function. Unit 5, concept and theories of structure. Unit 6, structure and function. Unit 7, structure, function and neo-functionalism. ഇത് പ്യോർലി ഒരു തിയോറിറ്റിക്കൽ പേപ്പർ ആണ്. സോ നിങ്ങൾ ഇത് കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ, മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പേപ്പർ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, then moving to third block, theory of capitalism. Unit 8, evolution, development and functions of capitalism. Unit 9, rationality, work and organization. Unit 10, entrepreneurship and capitalism. Unit 11, alienation. alienation എന്ന് പറഞ്ഞാൽ ഒരു തിയറി ആണ് കേട്ടോ. ഒരു തിയറിസ്റ്റ് ഉണ്ടാവും, അവരുടെ ഒരു കൺസെപ്റ്റ് ആണ് alienation എന്ന് പറയുന്ന ആ ഒരു തിയറി കൺസെപ്റ്റ്. Theories of block number 4, theories of social stratification. Unit 12, concepts of difference and inequality. Unit number 13, class. Unit number 14, gender and social stratification. Unit number 15, theories of origin of the caste. ഇത് കുറച്ചുകൂടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് നമ്പർ 4 എന്ന് പറയുന്നത്. Then moving to second paper, MSO 102. ഇതും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കോർ തിയറി സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസിന്റെ പാർട്ട് 2 ആണ്. ഇതിനും 4 ക്രെഡിറ്റ് തന്നെയാണ് വരുന്നത്. ഒരു കോർ പേപ്പർ ആണ്. 4 ബ്ലോക്സിലായിട്ട് 16 യൂണിറ്റ്സ് ആണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഓക്കെ, then MSO 102 ബ്ലോക്ക് യൂണിറ്റ് ആൻഡ് മാപ്പ്. ബ്ലോക്ക് നമ്പർ 1 വരുന്നത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. അതിൽ യൂണിറ്റ്സിൽ വരുന്നത് യൂണിറ്റ് നമ്പർ 1 സോവർണിറ്റി. യൂണിറ്റ് നമ്പർ 2 സ്റ്റേറ്റ് ആൻഡ് പവർ. അതിൽ മാർക്സ്, വെബർ, പാസൺ എന്നിവരുടെ കോൺസെപ്റ്റ് ആണ് ഇതിൽ വരുന്നത്. ദെൻ യൂണിറ്റ് നമ്പർ 3 സിറ്റിസൺഷിപ്പ്. യൂണിറ്റ് നമ്പർ 4 സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. യൂണിറ്റ് നമ്പർ 5 ഫ്രീഡം ആൻഡ് ലിബർട്ടി. ദെൻ മൂവിംഗ് ടു ബ്ലോക്ക് നമ്പർ 2, understanding power, conceptual and theoretical issues of power. Unit number 7, power and functional perspective. Unit 8, power and knowledge. Unit 9, power and institutions. Unit 10, class and legitimacy. Then moving to block number 3, issues of modernity. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് ഇത്. Unit number 11, theories of modernization and modernity. Unit number 12, tradition and modernity. Unit number 13, post-structuralism and post-modernism. Block number 4, contemporary issues of ethnicity and identity. Unit 14, conceptualizing ethnicity. Unit 15, construction of identities. Unit 16, boundaries and boundary maintenance. Then moving to another paper, MSO 103. ഇതും ഒരു കോർ പേപ്പർ ആണ്. ഓക്കെ, 4 ക്രെഡിറ്റ് തന്നെയാണ്. 4 ബ്ലോക്സിൽ നിന്നായിട്ട് 16 യൂണിറ്റ് ആണ് ഈ ഒരു പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്ക് ഓരോ ബ്ലോക്കിലേക്ക് പോവാം. MSO 103 ബ്ലോക്ക് യൂണിറ്റ് മാപ്പ്. ബ്ലോക്ക് നമ്പർ 1, എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. അതിൽ യൂണിറ്റ് നമ്പർ 1 സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസ്. Unit 2, emergence of discipline, issues and themes. Unit 3, village
India. Then moving to block number 2, perspective. Unit number 4, perspective. Unit 6, view from the field. Unit 7, Ambedkar and Lohia on caste. Unit 8, census perspective. Then block number 3, perspectives of household and the family, household as cooperation and conflicting unit. Unit number 11, marriage and its changing patterns. Unit number 12, descent and alliance approaches to kinship. Block number 4, perspectives on class, caste and gender. Unit 13, agrarian class and categories. Unit 14, the working class. Unit 15, the middle class. Unit 16, gender, caste and class. അതായത് ഈ ഒരു പേപ്പർ MSO 103 ഇത് പ്യൂർലി ഒരു ഇന്ത്യൻ കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ള പേപ്പറിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറും ആയിരിക്കും. മൂവിംഗ് ടു another പേപ്പർ MSO 104. ഇതും ഒരു സോഷ്യോളജി ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വരുന്ന പേപ്പറാണ്. 4 ക്രെഡിറ്റ് ആണ്. കോർ ടൈപ്പ് പേപ്പർ ആണ്. 4 ബ്ലോക്സിൽ നിന്നായിട്ട് 16 യൂണിറ്റ്സ് ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. MSO 104 block unit map ആണ്. Block number 1, perspectives on tribes in India. Unit 1, understanding tribes. Unit 2, tribe and caste. Unit 3, Elwin and Gurrier perspectives on tribe. Unit 4, social differentiation among the tribe. Block number 2, perspectives of sociology of religion. Unit 5, religion and politics. Unit 6, religion and culture. Unit 7, cohesive and diversive dimension. Unit 8, secularization. Then moving to block number 3, dynamics of social process. Unit number 9, urbanization. Unit 10, migration. Unit 11, industrialization. Unit 12, globalization. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് നമ്പർ 2 and 3. Then block number 4, perspectives on social movements ആണ്. Unit 13, social movements, meaning and extent. Unit 14, types of social movements. Unit 15, agrarian social movements. Unit 16, new social movements. നമുക്ക് ടൈം ബൗണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അതായത് മൂവ് ഓൺ ചെയ്യുന്നത് കേട്ടോ. Then moving to another paper, 5th paper, MSOE 105, Introduction to Urban Sociology. ഇതൊരു DSC ടൈപ്പ് പേപ്പർ ആണ്. 4 ക്രെഡിറ്റ് ആണ്. 4 ബ്ലോക്ക് ആണ്. 4 ബ്ലോക്കിൽ നിന്നായിട്ട് 14 യൂണിറ്റ്സ് ആണ് ഈ പേപ്പറിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ബ്ലോക്ക് നമ്പർ 1, യൂണിറ്റ് 1, what is urban sociology? Unit 2, urban center, urbanization and growth. Unit 3, city and metropolis. Unit 4, rural urban continuum. Then block number 2, urban ecological process and theories, invasion, succession and segregation, etc. Unit 6, models of urban growth. Unit 7, social area analysis and recent advances. Block number 3, evolution of Indian urban structure. Unit 8, ancient, medieval and colonial cities. Unit 9, typologies of cities. Unit 10, temporal evolution. Unit 11, functional classification of cities. Unit 12, trends and patterns of urbanization. Then moving to block number 4, urban sociology in India. Unit 13, development of urban sociology. Unit 14, urban sociology in India. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് നമ്പർ 1 എന്ന് പറയുന്നത്. Then moving to another paper, MSO 106, rural sociology. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പേപ്പർ urban sociology ആയിരുന്നു. ഇത് റൂറൽ സോഷ്യോളജി ആണ്. ഇതൊരു കോർ പേപ്പർ ആണ്. ഓക്കെ, ഇതിനും 4 ക്രെഡിറ്റ് ആണ്. കോർ പേപ്പർ ആണ്. 5 ബ്ലോക്സിൽ നിന്നായിട്ട് 16 യൂണിറ്റ്സ് ആണ്. ഇതൊക്കെ കുറച്ച് സിമ്പിൾ പേപ്പേഴ്സ് ആണ്. അതുകൊണ്ട് പേപ്പേഴ്സ് കണ്ടിട്ട് ആരും വറീഡ് ആവേണ്ടതില്ല. Then MSO 106, block number 1, introduction to rural sociology, nature and scope. Unit 2, community and rural sociology. Unit number 3, rural urban continuum. Then block number 2, rural social structure. Unit 4, habitat and settlement. Unit 5, family and marriage. Unit 6, caste and tribe.
Then moving to block number 3, rural economics and structure. Unit 7, agrarian social structure. Unit 8, land, labor and credits. Unit 9, changing occupation and structure. Then moving to block number 4, rural political structure. Unit 10, traditional modes of power, authority. Unit 11, Panchayati Raj institution. Block number 5, rural society and change. അതില് യൂണിവേഴ്സലൈസേഷൻ വരുന്നുണ്ട്, സാൻസ്ക്രിറ്റൈസേഷൻ. യൂണിറ്റ് 12 വരുന്നത് യൂണിവേഴ്സലൈസേഷൻ ആണെങ്കിൽ യൂണിറ്റ് 13 വരുന്നത് സാൻസ്ക്രിറ്റൈസേഷൻ, 14 വെസ്റ്റേണൈസേഷൻ, 15 മൈഗ്രേഷൻ ആൻഡ് ദെൻ 16 ഗ്ലോബലൈസേഷൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് കേട്ടോ. Then moving to MSO 107, Foundations of Social Science റിസർച്ച് പേപ്പർ ആണ് കേട്ടോ. ഇത് 4 ക്രെഡിറ്റ് ആണ്, കോർ പേപ്പർ ആണ്. 3 ബ്ലോക്സേ ഇതിൽ വരുന്നുള്ളൂ. യൂണിറ്റ്സും കുറവാണ്, കമ്പാരിറ്റീവ്ലി 13 യൂണിറ്റ്സ് ആണ് MSO 107 ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ബ്ലോക്ക് നമ്പർ 1, ഫണ്ടമെന്റൽസ് ഓഫ് റിസർച്ച്, ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സയൻസ് റിസർച്ച്, ലോജിക് ഓഫ് ഇൻക്വയറി. യൂണിറ്റ് 3, ലോജിക് ഓഫ് തിയറി ബിൽഡിംഗ്. യൂണിറ്റ് 4, തിയറിറ്റിക്കൽ പെർസ്പെക്ടീവ്. ബ്ലോക്ക് നമ്പർ 2, philosophical foundation. Unit 5, issues of epistemology. Unit 6, philosophy of social science. Unit 7, positivism and its critic. Unit 8, hermeneutics. Then moving to block number 3, approaches to social reality. Unit 9, comparative method. Unit 10, functionalist and structuralist. Unit 11, symbolic and culturalist. Unit 12, feminist and postmodernist. Unit 13, understanding from below. Then MSO 108, ഇതൊരു റിസർച്ച് മെത്തേഡ്. ഇതെല്ലാം, അതായത് മുൻപുള്ളതും ഒരു റിസർച്ച് പേപ്പർ ആണ്, ഇതും ഒരു റിസർച്ച് പേപ്പർ ആണ്. 4 ക്രെഡിറ്റ്സ് ആണ്. ഇതും ഒരു കോർ പേപ്പർ ആണ്. 3 ബ്ലോക്കിൽ നിന്നായിട്ട് 13 യൂണിറ്റ്സ് ആണ് ഈ പേപ്പറിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. MSO 108, ബ്ലോക്ക് ടൈപ്സ്, മെത്തേഡ്സ് ആൻഡ് ഡിസൈൻസ്. യൂണിറ്റ് നമ്പർ 1, types of research. Unit number 2, methods of research. Unit number 3, research design. ഓക്കെ, എങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്യണം? നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് PG ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു റിസർച്ച് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പേപ്പേഴ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ? ദെൻ ഡാറ്റ കളക്ഷൻ. റിസർച്ചിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്ത്? ഡാറ്റ കളക്ഷൻ എന്നുള്ളത്. ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യണം, അതെങ്ങനെ സാമ്പിൾ കളക്ട് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് സെക്കൻഡ് ബ്ലോക്കിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് നമ്പർ 2, ഡാറ്റ കളക്ഷൻ. യൂണിറ്റ് 4, സാമ്പിളിംഗ് മെത്തേഡ്. യൂണിറ്റ് 5, ഫീൽഡ് ബേസ്ഡ് റിസർച്ച്. യൂണിറ്റ് 6, പ്രൈമറി ഡാറ്റ. യൂണിറ്റ് 7, സെക്കൻഡറി ഡാറ്റ. യൂണിറ്റ് 8, ethnographic method. Unit 9, participatory method. Then moving to third block, survey research. Unit 10, survey method. എന്തൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് സർവേ ചെയ്യാം? അതോടൊപ്പം തന്നെ യൂണിറ്റ് 11, സർവേ ഡിസൈൻ. അതായത് നമ്മൾ സർവേ ചെയ്യാനായിട്ട് പോയാൽ പോരാ, അതിനൊരു ഡിസൈൻ ഉണ്ട്. അതൊരു ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സർവേക്ക്. അപ്പം യൂണിറ്റ് 11 അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 12, സർവേ ഇൻസ്ട്രുമെന്റേഷൻ. യൂണിറ്റ് 13, സർവേ എക്സിക്യൂഷൻ ആൻഡ് അനാലിസിസ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MSO 109, അനാലിസിസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഡാറ്റ. ഇത് ഒരു 4 ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്, കോർ പേപ്പർ ആണ്. 5 ബ്ലോക്കിൽ നിന്നായിട്ട് 16 യൂണിറ്റ്സ് ആണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. Enables learners to process raw qualitative and quantitative data, draw statistical inferences and systematically present research findings and ethically. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ വെച്ചിട്ട് എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് പ്രസന്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് റിസർച്ച് നടത്താം എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ദെൻ MSO 109, ബ്ലോക്ക് 1, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഫോർമാറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് നമ്പർ 2, മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആണ്. ബ്ലോക്ക് നമ്പർ 2, പ്രസന്റേഷൻ ആണ്. യൂണിറ്റ് 3, measurement and scaling. Unit 4, tabulation of data. Unit 5, graphical representation. Block number 3, quantitative analysis. Unit 6, central tendency. Unit 7, dispersion and variability. Unit 8, correlation and regression.
ഈ പേപ്പേഴ്സ് കുറച്ചൊരു പ്രോബ്ലം ബേസ്ഡ് പേപ്പേഴ്സ് ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന പേപ്പേഴ്സ് ആണ് ഇത്. പ്യൂർലി ഈ ഒരു പേപ്പർ പ്രോബ്ലം ബേസ്ഡ് ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. മീൻ, മീഡിയം, മോഡ് എന്നൊക്കെ വെച്ച് സിമ്പിൾ കാൽക്കുലേഷനിൽ ചെയ്തു പോകുന്ന ഒരു പേപ്പർ ആണ് ഇത്. ഓക്കെ, ദെൻ ബ്ലോക്ക് നമ്പർ 4 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ്, യൂണിറ്റ് 9 ഡിസ്ട്രിബ്യൂഷൻ inferences, unit 10 distribution and inferences part 2, unit 11 use of SPSS, unit 12 reliability and validity. Block number 5 report writing ആണ്. unit 13 systematic literature review, unit 14 SPSS in report writing, unit 15 ethics in writing, unit 16 writing qualitative data. ഓക്കെ, ദെൻ MSOE 110 ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് പേപ്പർ, അർബനൈസേഷൻ ആൻഡ് അർബൻ ഡെവലപ്മെന്റ്. 4 ക്രെഡിറ്റ് ആണ്, DSC ടൈപ്പ് ആണ്. 4 ബ്ലോക്കിൽ നിന്നായിട്ട് 13 യൂണിറ്റ്സ് ആണ് ഈ പേപ്പറിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഓക്കെ, അതായത് 8 കോർ പേപ്പറും 2 DSC പേപ്പേഴ്സും ആണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. MSOE 110 യൂണിറ്റ് മാപ്പ് ആണ്. ബ്ലോക്ക് നമ്പർ 1 urbanization and its impact, unit 1 levels, trends and patterns, unit 2 marriage, family and kinship, unit 3 neighborhoods and modern cities, unit 4 urban influences on rural areas. Block number 2 city and occupation, unit number 5 formal sector, unit number 6 urban formal sector, unit 7 changing occupational structure. Then moving to block number 3 urban issues in India, unit 8 urban poverty, unit 9 slums, unit 10 environment and infrastructure. Block number 4 urban governance, unit 11 local self-governance and voluntary organizations, unit 12 urban planning, unit 13 മീഡിയ ആൻഡ് ഗവേണൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് ഇത്. ഇതും നിങ്ങൾക്ക് ജനറൽ ആയിട്ട് എഴുതാം, പക്ഷെ ചെറുതായിട്ടൊരു പ്രിപ്പറേഷന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് MSOE 110 എന്ന് പറയുന്നത്. ഇനി ക്രോസ് കോഴ്സ് കണക്ഷൻ മാപ്പ് ആണ്. ഹൗ ടൈറ്റിൽസ് ലോജിക്കലി റിലേറ്റ് ടു ദ ഫോം ദ അക്കാദമിക് ഫൗണ്ടേഷൻ. അതായത് നമ്മുടെ MSO 101 102 നമ്മൾ പറഞ്ഞതുപോലെ ഒരു പ്യോർലി തിയറി പേപ്പേഴ്സ് ആണ്. ക്ലിയർ? ദെൻ MSO 103 104 എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ പേപ്പർ ആണെങ്കിൽ പോലും ഇത് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ വെച്ചിട്ടാണ് ഈ പേപ്പേഴ്സ് ഉള്ളത്. ദെൻ സ്പെസിഫിക് സെറ്റിംഗ് ആണ് MSOE 105 106 1010 എന്ന് പറയുന്ന 3 പേപ്പേഴ്സ്. റിസർച്ച് ഫോളോ ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആണ്, ഫൗണ്ടേഷൻസ് ആണ് MSO 107, അതോടൊപ്പം തന്നെ MSO 108 എന്നുള്ള പേപ്പേഴ്സ്. കൂടാതെ ഡാറ്റ അനാലിസിസ് ആയിട്ടുള്ള പേപ്പർ MSO 109ഉം റിസർച്ചിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? വൈ സിലബസ് മാപ്പിംഗ് മാറ്റേഴ്സ്. അതായത് നമ്മളിപ്പോ ഇന്ന് ഇവിടെ ചെയ്യുന്നത് എന്താ, ഡീകോഡ് ചെയ്യാണ് ചെയ്യുന്നത് സിലബസ്. അതായത് എത്ര ബ്ലോക്സ് ആണ്, എത്ര യൂണിറ്റ്സ് ആണ്, എത്ര ക്രെഡിറ്റ്സ് ആണ്. അപ്പം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അതായത് 8 പേപ്പേഴ്സിന് എങ്ങനെയാ വരുന്നത്, എല്ലാ പേപ്പേഴ്സിനും 4ലാണ് ക്രെഡിറ്റ് വരുന്നത് നമുക്ക്. അങ്ങനെ 10 പേപ്പേഴ്സ് ആണ് MSOയില്, അതായത് നിങ്ങൾ MA സോഷ്യോളജി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. സെലക്ട് റിസോഴ്സസ്, മാച്ച് ടോപ്പിക്സ് ടു സ്പെസിഫിക് ലേണിംഗ് ടൂൾസ്. അതിൽ ഡെഫിനറ്റ്ലി ലേണിംഗ് ടൂൾസ് എവിടുന്ന് നിങ്ങൾക്ക് തരും, ലേൺ വൈസ് നിന്ന് നിങ്ങൾക്ക് എൻറ്റയർ സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അതൊരു ഇഷ്യൂവേ അല്ല. അസൈൻമെന്റ് സപ്പോർട്ട് വരെ നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, ഹെൽപ്പ് ബുക്ക്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് തരും. അതിലൂടെ നിങ്ങൾ എന്തിലേക്ക് പ്രാപ്തരാകും, എക്സാം റെഡിനെസ്, അതായത് വെൽ അറേഞ്ച്ഡ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എക്സാമിന് കംപ്ലീറ്റ്ലി റെഡി ആവുന്ന ഒരു ലേണർ ആയിട്ട് മാറും. നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ഇന്ന് മുതൽ, സ്റ്റിൽ നിങ്ങൾ ഇതുവരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഇന്ന് മുതൽ ഒരു 1.5 hours ഡെയിലി നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ. ദെൻ സപ്പോർട്ട് റിസോഴ്സസ് ആണ്. എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന റിസോഴ്സസ് നിങ്ങൾക്കായിട്ട് തരുന്നത് എന്നുള്ളത്. റെക്കോർഡഡ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ട് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വീഡിയോ എക്സ്പ്ലനേഷൻസ് അതിൽ തരുന്നതായിരിക്കും. വാല്യൂ ആഡഡ് നോട്ട്സ്, സിംപ്ലിഫൈഡ് സമ്മറീസ് ഓഫ് കോംപ്ലക്സ് സിലബസ് ബ്ലോക്സ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ആ ഒരു കോർ, ആ ഒരു ബ്ലോക്കിന്റെ കോർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വാല്യൂ ആഡഡ് നോട്ട്സ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യും. ദെൻ അസൈൻമെന്റ് ഗൈഡ്, ഫ്രെയിംവർക്ക് ഫോർ ആൻസറിങ് ഒഫീഷ്യൽ ടേം അസൈൻമെന്റ്സ്. ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞാൻ ചാറ്റ് ബോക്സിലുള്ള മെസ്സേജിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഞാൻ കണ്ടു മെസ്സേജ്, എന്റെ ഫ്ലോ മിസ് ആവുന്നത് കൊണ്ടാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അസൈൻമെന്റ് ഗൈഡ്, അതായത് ഫ്രെയിംവർക്ക് ഫോർ ആൻസറിങ് ഒഫീഷ്യൽ ടേം അസൈൻമെന്റ്സ്. അതായത് നമുക്ക് AI യൂസ് ചെയ്തിട്ട് 20% മാത്രമേ ആൻസേഴ്സ് എഴുതാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഇഗ്നോയുടെ റൂള്. സോ നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്കൊരു നല്ല ഒരു റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആൻസർ ഗൈഡ് ബുക്കും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ PYQA, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഒരു 8-10 വർഷം മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു PYQA സെഷൻ വരെ നമ്മൾ എക്സാം ടൈമിൽ നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏത് ബ്ലോക്കിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ബ്ലോക്കിൽ നിന്ന് ഏതൊക്കെ യൂണിറ്റ്സിൽ നിന്നായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു കംപ്ലീറ്റ് PYQA നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മോഡൽ എക്സാം, നിങ്ങൾ ഓരോരുത്തരും പലവരും ഇപ്പൊ പഠിച്ചിറങ്ങിയവരുണ്ടാവും, ഇല്ലെങ്കിൽ കുറെ കാലത്തിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. സോ നിങ്ങൾക്കായിട്ട് ഒരു 3 hours ഉള്ള ഒരു മോഡൽ എക്സാമും നമ്മൾ നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ടേം ആൻഡ് എക്സാമിനേഷന് മുൻപായിട്ട്. സോ അപ്പൊ ആ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ദെൻ TE ഹെൽപ്പ് ഡെസ്ക്, അതായത് എല്ലാ ഹെൽപ്പും നമ്മൾ നിങ്ങൾക്ക് ടേം ആൻഡ് എക്സാം സമയത്ത് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. റിസോഴ്സ് ടു സിലബസ് അലൈൻമെന്റ് മെട്രിക്സ്. അപ്പം ഇത് വരുന്നത് ഈ ജനറലൈസ്ഡ് ഫ്രെയിംവർക്ക് ഇൻഡിക്കേറ്റിംഗ് വിത്ത് സപ്പോർട്ട് ടൂൾസ് അലൈൻ ബെസ്റ്റ് വിത്ത് സ്പെസിഫിക് സിലബസ് ലെവൽ. അതായത് ഇത് റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്താണ് പറയുന്നത്, ബെസ്റ്റ് ഫോർ സിംഗിൾ യൂണിറ്റ്സിനാണ് റെക്കോർഡഡ് ലെക്ചേഴ്സ് പറയുന്നത്. അതോടൊപ്പം തന്നെ ബെസ്റ്റ് ഫോർ ഫുൾ ബ്ലോക്സിനും പറയുന്നുണ്ട്. വാല്യൂ ആഡഡ് നോട്ട്സ് എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ബെസ്റ്റ് ഫോർ വോൾ കോഴ്സിനായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. PYQA അനാലിസിസും PYQA അനാലിസിസ് നിങ്ങൾ ബെസ്റ്റ് ഫോർ വോൾ കോഴ്സസിന് യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം PYQs കിട്ടുമോ അത്രയും നിങ്ങൾ ചൂസ് ചെയ്യുക. അങ്ങനെ അതായത് നമുക്ക് പൊതുവെ ഉണ്ടാവുന്ന PYQs ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് എങ്ങനെ പോയാലും ഒരു 70% അല്ലെങ്കിൽ പോട്ടെ ഒരു 60% ഓഫ് മാർക്സ് നിങ്ങൾക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ മോഡൽ എക്സാമും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മോഡൽ എക്സാം തന്നെയായിരിക്കും ലേൺ വൈസ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ജസ്റ്റ് ഒരു കോഴ്സ് വൈസ് മാപ്പിംഗ് ഫിറ്റ് ആണ് ഇവിടെ നോക്കുന്നത്. ഇതില് നിങ്ങൾക്ക് പറയുന്നത് കോഴ്സ് കോഡ്, ലെക്ചേഴ്സ്, നോട്ട്സ്, PYQA അല്ല അസൈൻമെന്റ്സ്. ഇതിൽ എപ്പോഴും MSO 101 തിയറി പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അതൊരു കോർ ഫിറ്റ്, അതായത് ലെക്ചേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ നോട്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, അസൈൻമെന്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാവർക്കും അറിയാം ഇഗ്നോയില് നമ്മുടെ കോഴ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷനും അതോടൊപ്പം തന്നെ അസൈൻമെന്റ്സിനുമാണ്. അതായത് രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പിന്നെ കൂടാതെ നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഇഗ്നോയിൽ നിന്ന് നമുക്ക് എക്സാം എഴുതാനുള്ള പെർമിഷൻ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടും സാധിക്കത്തുള്ളൂ. ദെൻ മൂവിങ് ടു MSO 102, അതും ഒരു തിയറി പേപ്പറാണ്. അപ്പൊ അതിനും എവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ലെക്ചറിനും നോട്ട്സിനും ആണ് കൊടുക്കേണ്ടത്. പിന്നെ അസൈൻമെന്റ്സിനും കൊടുക്കണം. PYQA ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ മൂവിങ് ടു MSO പേപ്പർ വരുമ്പോൾ ലെക്ചർ ഒരു സപ്പോർട്ടായിട്ടും എടുക്കുക, നോട്ട്സും PYQയും അസൈൻമെന്റ്സും ഒരു കോർ ആയിട്ട് ചൂസ് ചെയ്യാം. MSO 4 സപ്പോർട്ടായിട്ട് ലെക്ചർ എടുക്കുക, നോട്ട്സ്, PYQ, അസൈൻമെന്റ്സും കോർ ആയിട്ട് ചൂസ് ചെയ്യാം. മൂവിങ് ടു MSOE urban സോഷ്യോളജിയില് അത് ലെക്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, PYQ ഇമ്പോർട്ടൻസ് കൊടുക്കണം,
അസൈൻമെന്റ്സ് ഓപ്ഷണൽ എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഇത് പുതിയ സിലബസ് ആയതുകൊണ്ട് ഒരു കറക്റ്റ് സിലബസ് അതോടൊപ്പം തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇനിയും വരാനുണ്ട്. അവർ സഡൻ ആയിട്ടാണ് എപ്പോഴും ചേഞ്ച് ചെയ്യുമെന്ന് പറയെങ്കിലും 2026 അവർ എൻറ്റയർ സിലബസും പേപ്പേഴ്സും ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, വളരെ സിംപ്ലിഫൈഡ് ഫോമിലാണ് അവർ പേപ്പേഴ്സിന്റെ എണ്ണം കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കോംപ്ലക്സ് ആയിട്ട് ഒന്നുമില്ല. കൂളായിട്ട് ഇരുന്ന് പഠിച്ച് പാസ്സാവുന്ന പേപ്പേഴ്സ് ആയിരിക്കും എല്ലാതും. ഓക്കെ. MSOE റൂറൽ, അതിന് ലെക്ചേഴ്സ് കോറാണ്, കോർ പാർട്ട് വഹിക്കുന്നുണ്ട്. PYQും കോർ പാർട്ട് വഹിക്കുന്നുണ്ട്. MSO 107, 108, 109 ഇത് മൂന്നും റിസർച്ച് പേപ്പർ ആണ്. ലെക്ചേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഇതില് ജസ്റ്റ് പറയുന്നത്. ദെൻ അഡ്വാൻസ് ലേണിംഗ് ടൂൾസ് ആൻഡ് റിസോഴ്സസ്, അതായത് ഇത് ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലേണിംഗ് ആൻഡ് റിവിഷൻ, അതായത് ലേണിംഗ് ആൻഡ് റിവിഷൻ റൈറ്റിംഗ് സപ്പോർട്ട് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സാമിന് നിങ്ങളെ ഓരോരുത്തരെയും റെഡി ആക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, എല്ലാ സപ്പോർട്ടും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രോത്ത് ആൻഡ് വെൽ ബീയിങ്, അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ തന്നെ കാണാം, ഈ EP എന്നുള്ളത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കരിയർ അപ്സ്കില്ലിങ്ങിനുള്ള പ്രോഗ്രാം നൽകുന്നുണ്ട്. ഇനിയിപ്പോ ഹാപ്പി അംബാസഡർ വെൽനസ് സപ്പോർട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും വിഷമമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അല്ലാതെയുള്ള ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷനും ലേൺ വൈസിലുണ്ട്. ഒരു ഹാപ്പി അംബാസഡർ എന്നുള്ളൊരു സെഗ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ഒരു പ്രോപ്പർ കൗൺസിലിങ്ങിലൂടെ നിങ്ങളെ അവർ പഠിക്കാനെല്ലാം പ്രാപ്തരാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തും അവരായിട്ട് ഷെയർ ചെയ്യാം. അതൊരു വെൽനസ് സപ്പോർട്ടാണ് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. അതോടുകൂടിയിട്ട് ഞാൻ എന്റെ ഒരു ഭാഗം വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അസൈൻമെന്റ്സ് നിങ്ങൾക്ക് നെസ്ല മാം ആയിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തു തരുന്നത്. അതായത് ഇതൊരു പുതിയ കോഴ്സാണ്. സോഷ്യോളജി എന്നുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ കൂടി മൊത്തം സിലബസ് ഇഗ്നോ റീസെന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റീസെന്റ് എന്ന് പറഞ്ഞാൽ വളരെ അടുത്തായിട്ടാണ് അവർ ചേഞ്ച് ചെയ്തത്. പണ്ട് 4 പേപ്പേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ അത് 10 പേപ്പറായി. പേപ്പറിന്റെ എണ്ണം കൂടിയത് മാത്രമേ ഉള്ളൂ. പണ്ട് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അവര് സിംപ്ലിഫൈഡ് മോഡലാണ് 10 പേപ്പറായിട്ട് മാറ്റിയിട്ടുണ്ട് ഉള്ളത്. 10 പേപ്പറിന് 10 അസൈൻമെന്റ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്രെഡിറ്റ്സ് എത്രയാണ് വരുന്നത്, എല്ലാം ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ഒന്നും കൊണ്ട് വെറീഡ് ആവേണ്ട. എല്ലാ ഹെൽപ്പിംഗ് സിസ്റ്റം എല്ലാ ഹെൽപ്പിംഗ് സപ്പോർട്ടും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഇന്നിപ്പം നമ്മൾ ജസ്റ്റ് ഓരോ ബ്ലോക്കും യൂണിറ്റ്സും പരിചയപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ക്ലാസ് അല്ലായിരുന്നു, ഇതൊരു ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ ആയിരുന്നു ഇപ്പം നടന്നത്. ഞാൻ ഇതിന് നെസ്ല മാമിന് ഹാൻഡ് ഓവർ ചെയ്തോട്ടെ. ഇത്രയും നേരം നമ്മുടെ മനീഷ മാം സംസാരിച്ച് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ബ്ലോക്കിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് നമ്മുടെ ലേൺ വൈസിൽ നിങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത്, ക്ലാസ്സസ് എങ്ങനെയൊക്കെയാണ്, നിങ്ങളുടെ പേപ്പറിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് മനീഷ മാം തന്നിട്ടുണ്ടാവും. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റും അതേപോലെ ടേം ആൻഡ് എക്സാമിനേഷനും കൂടി ചേരുമ്പോഴാണ് നിങ്ങൾ ഫസ്റ്റ് ഇയർ പാസ്സാകുക. അപ്പൊ അസൈൻമെന്റ് നമ്മുടെ എക്സാം പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ പേപ്പർ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ ഓരോ അസൈൻമെന്റ് വീതം എഴുതണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും നല്ലൊരു മേജർ റോൾ അസൈൻമെന്റിന്റെ മാർക്കിനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അസൈൻമെന്റിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ അസൈൻമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഓൺ ബോർഡിന്റെ സമയത്ത് മനീഷ മാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അസൈൻമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് നമ്മുടെ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ നോർമലി സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ ഒരു ടോപ്പിക് തന്നിട്ട് അതിനെ കുറിച്ചിട്ട് എഴുതുക അങ്ങനെയല്ല പറയാം. നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാൻ തരുന്നത്. അപ്പൊ അത് നമ്മൾ ഒഫീഷ്യലി ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഉണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, അത് നിങ്ങളുടെ ആപ്പിൽ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് പബ്ലിഷ് ചെയ്യുന്നതോട് കൂടെ തന്നെ നിങ്ങളുടെ ആപ്പിലേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും അതിന്റെ ഗൈഡ് ബുക്കും കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതിൽ പിക്ചേഴ്സ് കണ്ടില്ലേ, ഡൗൺലോഡ്സ് നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അസൈൻമെന്റ്സിന്റെ ലിസ്റ്റുകളാണ് ഇങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പ്രോഗ്രാം കോഡ്, അതേപോലെ നിങ്ങൾ ഹിന്ദിയിലാണോ ഇംഗ്ലീഷിലാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇയർ. അപ്പൊ നമ്മൾ ഇയർ നോക്കിയിട്ടാണ്, നിങ്ങൾ January 26 ബാച്ച് ആണ്. അപ്പൊ നിങ്ങൾ ആ ഇയറിൽ പബ്ലിഷ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് അസൈൻമെന്റ് ആയിട്ട് എഴുതേണ്ടത്. പിന്നെ ഇതിൽ മൂന്നാമത്തെ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ എന്താണ് ഒരു PDF ആയിട്ടായിരിക്കും വരിക. അതിലെ ഇൻസ്ട്രക്ഷൻസും എങ്ങനെയാണ് നിങ്ങൾ അസൈൻമെന്റ് എഴുതേണ്ടത്,
നിങ്ങളുടെ യൂസ് ചെയ്യേണ്ട പേപ്പർ എങ്ങനെയൊക്കെ ആയിരിക്കണം, എത്രത്തോളം നിങ്ങൾ എഴുതണം, എങ്ങനെയൊക്കെയാണ് അത് എഴുതേണ്ട രീതികൾ എന്നുള്ള ഇത് വ്യക്തമായിട്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എന്താണ്, ഓരോ സബ്ജക്റ്റും നിങ്ങൾ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താണ് ആ വർഷത്തെ ടേം ആൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അസൈൻമെന്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് എക്സാമിന് നമ്മൾ അസൈൻമെന്റിന്റെ സ്കോർ പിന്നെ നിങ്ങളുടെ ചാറ്റിലുള്ള മെസ്സേജസിന് നമ്മൾ റിപ്ലൈ തരാം കേട്ടോ, ലാസ്റ്റ് റിപ്ലൈ തരാം. ഓക്കെ, നമ്മുടെ അസൈൻമെന്റിന് എന്ത് ചെയ്യണം, അസൈൻമെന്റ് മാർക്കും കൂടെ നിങ്ങൾ ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്കിൽ ആഡ് ചെയ്യും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ മാപ്പിംഗ് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് നമ്മുടെ സിലബസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ സിലബസ് ഡീകോഡിംഗിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ സിലബസ് ആണ്. നമ്മൾ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് എന്തൊക്കെയാണ് ഓരോ സിലബസ് ഓരോ സബ്ജക്റ്റിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ മനീഷ് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സിലബസ്, അതായത് എന്താണ് സിലബസ്, ഓരോ ബ്ലോക്സിലും എന്തൊക്കെയുണ്ട്, എത്ര യൂണിറ്റുകൾ ഉണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മുടെ ലേൺ വൈസിലുള്ള സ്റ്റഡി റിസോഴ്സസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ ഇവിടെ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്ക് റെക്കോർഡിങ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർക്ക് നമുക്ക് SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സോഫ്റ്റ് കോപ്പി വെച്ചിട്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ ആപ്പിൽ അത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ അതായത് നമ്മുടെ ഷോർട്ട് നോട്ട്സുകൾ, നമ്മുടെ ലേൺ വൈസിന്റെ തന്നെ ഷോർട്ട് നോട്ട്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വാൻ എന്ന് പറയും, വാല്യൂ ആഡഡ് നോട്ട്. അതേപോലെ PYQs, പിന്നെ നമ്മുടെ അസൈൻമെന്റ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും നമ്മൾ നിങ്ങളെ എക്സാമിന് പ്രിപ്പയർ ചെയ്യിപ്പിച്ചു. നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണുക, റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ റെക്കോർഡഡ് ക്ലാസ്സിന് ഒരു റിവിഷൻ പോലെയാണ് നമ്മൾ ലൈവ് പോകുന്നത്. അപ്പോൾ റെക്കോർഡിങ്സ് വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചു തീർന്നു. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമിന്റെ സമയത്ത് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ കറക്റ്റ് സമയത്തിന് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. അതേപോലെ എക്സാമിന്റെ സമയമാകുമ്പോൾ നമ്മൾ ലേൺ വൈസിൽ PYQ സീരീസ് ചെയ്യാറുണ്ട്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ഒരു 5 വർഷം മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്തു, എക്സാമിന് റെഡി ആയി. ഓക്കെ, നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡഡ് ആയിട്ടുള്ള ലെക്ചർ ക്ലാസ്സസ് ഉണ്ട്, ലൈവ് സെഷൻസ് ഉണ്ട്, വാല്യൂ ആഡഡ് നോട്ട്സ്, അതായത് നമ്മുടെ ഷോർട്ട് നോട്ടുകൾ, പിന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസുകൾ, അതേപോലെ അതിനെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആപ്പിലുണ്ട്. പിന്നെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഗൈഡ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എക്സാക്ട് നിങ്ങൾ ആ ഗൈഡ് ബുക്ക് നോക്കിയിട്ട് അതേപോലെ എഴുതാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലായ കാര്യങ്ങളും ചേഞ്ചസുകൾ നമ്മുടെ SLM ഒക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുക. അസൈൻമെന്റിന് നമ്മളൊരു ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് ഒരു ഗൈഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് PYQ സീരീസ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു മുൻപുള്ള വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെ നമ്മൾ ആ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യണം, എത്രയാണ് അവരുടെ സ്കോറിങ് വരുന്നത്, ഓരോ ബ്ലോക്കിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് PYQ സീരീസിൽ പറയും. പിന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. പിന്നെ നമ്മൾ ടേം എൻഡ് എക്സാമിനേഷൻ ഒരു ഹെൽപ്പ് ഡെസ്കും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ, അതായത് ഇംഗ്ലീഷ് എഴുതാൻ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ചില ആൾക്കാർ നന്നായിട്ട് എഴുതും. പക്ഷെ ചില ആൾക്കാർക്ക് എഴുതാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, അതായത് ഗ്രാമർ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കോൺഫിഡൻസ് ലെവലിൽ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേൺ വൈസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ക്ലാസ്സസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ആപ്പിൽ EEP എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡറിൽ കിടപ്പുണ്ടാവും, നിങ്ങൾക്ക് അത് കാണാം. അതിന്റെ 2 സീരീസ് ഉണ്ടാവും, 2 വേർഷൻസ് ഉണ്ടാവും. ഒന്ന് അഡ്വാൻസ് ലെവലും ഒന്ന് അതായത് പിന്നെ സ്റ്റാർട്ടിങ് ഒരു ഇനീഷ്യൽ ഫേസ് ആയിട്ടുള്ള ലെവലും ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിൽ ബീങ് സപ്പോർട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനീഷ മാം പറഞ്ഞ പോലെ തന്നെ ഹാപ്പിനെസ് അംബാസിഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് എത്രത്തോളം മെന്റൽ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ലോട്ട് ബുക്ക് ചെയ്തതാ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ നല്ല രീതിയിൽ തന്നെ കരിയർ ഡെവലപ്മെന്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ലേൺ വൈസ് നിങ്ങൾ ഓരോ ആൾക്കാരെയും ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം റിസോഴ്സസ് വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്നിട്ട് തന്നെ ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് പാസ് ആവാൻ പറ്റും. ഓക്കെ, ഇനി
എന്തൊക്കെയാണ് ഇവിടെയുള്ള കീ ടേക്കേഴ്സ്? അതായത് MSc ഫസ്റ്റ് ഇയറിൽ എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ 10 കോഴ്സസ് ഉണ്ട്. അത് എല്ലാം യൂണിഫോം ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാത്തിനും 4 ക്രെഡിറ്റ് വീതമാണ് ഉള്ളത്. ടോട്ടൽ ആയിട്ട് പറയുകയാണെങ്കിൽ 40 ക്രെഡിറ്റ്. അപ്പോ ഇവിടെ കോർ വേഴ്സസ് എലക്ടീവ് സ്പ്ലിറ്റിനെ കുറിച്ച്, അതായത് കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് മെയിൻ പേപ്പേഴ്സും പിന്നെ ഇലക്ടീവ് പേപ്പേഴ്സും. അപ്പൊ ഈ പ്രോഗ്രാമിൽ 8 മാൻഡേറ്ററി, അതായത് 8 കോർ കോഴ്സസും അതേപോലെ തന്നെ 2 ഇലക്ടീവ്സുകളും ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു സ്പെഷ്യലൈസേഷന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നോളജുകളാണ് ഈ പേപ്പറിലൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ബ്ലോക്ക് സെൻട്രിക് ഡിസൈൻസ് ആണ് നടത്തിയിട്ടുള്ളത്. അതായത് എല്ലാ കോഴ്സസിനും നമ്മളൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള 3 മുതൽ 5 ബ്ലോക്ക് സ്ട്രക്ചേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാതും നമ്മൾ ലോജിക്കൽ ആയിട്ട് മോഡുലർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിങ് മെത്തേഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ റിസോഴ്സസ് ഒക്കെ അലൈൻ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ മോഡുലർ സ്റ്റഡി പ്ലാനിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിസോഴ്സസ് മാപ്പിംഗ് കാപ്പബിലിറ്റി, അതായത് എക്സാക്ട് ആയിട്ട് നമ്മൾ യൂണിറ്റ് ഏതൊക്കെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത്, അതായത് യൂണിറ്റുകളെ കുറിച്ചിട്ടും എത്രത്തോളം റെക്കോർഡഡ് ക്ലാസ്സസ് ആ യൂണിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സുകൾ എന്തൊക്കെയാണ്, ഷോർട്ട് നോട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ലേൺ വൈസിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഈ സെഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു വാട്സപ്പ് ത്രൂ നിങ്ങൾക്കൊരു പിന്നെ ഫോം, അത് വാട്സപ്പ് ത്രൂ ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്ത് തരും. നിങ്ങൾ ഈ സെഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഫോം ഫിൽ ചെയ്യുക. അതിന്റെ ഫോമിന്റെ പേരാണ് ന്യൂ ഹൊറിസം ഫോം, ലേൺ വൈസ് ന്യൂ ഹൊറിസം ഫോം, ലേൺ എ പ്രൊഫൈൽ ഫോം എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ഫോം നിങ്ങൾ ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സ്പെഷ്യലി ഓരോ പ്രോഗ്രാം ആയിരിക്കും നിങ്ങളുടെ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സെഷൻ ആയിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന സെഷനാണ് നമ്മളെ റാപ്പ് അപ്പ് സെഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൺക്ലൂഡിംഗ് സെഷൻ ആണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രോഗ്രാം വൈസ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് 24 ഫെബ്രുവരി 24 മുതൽ ഫെബ്രുവരി 28 വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പ് അപ്പ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും MA സോഷ്യോളജിക്ക് റാപ്പ് അപ്പ് സെഷൻ വരുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ടറി സെഷനിലൊക്കെ ഉള്ള പോലെ തന്നെ കുറച്ച് ഗെയിംസും അതേപോലെ നമ്മളൊരു വീഡിയോ, അതിലേക്ക് നിങ്ങളുടെ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സെഷനാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവില്ല. ഇത്രയും ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഇത്രയും സെഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കയറിയിട്ടുണ്ടാവും, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് പുതിയ പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു സെഷൻസ് കംപ്ലീറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ റാപ്പ് സെഷനിൽ നിങ്ങൾക്ക് എല്ലാം ഷെയർ ചെയ്യാം. അപ്പോ നമ്മുടെ ഈ സിലബസ് ഡീകോഡിംഗ് സെഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ മനീഷ മാം പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ലേൺ വൈസ്ലി സിലബസിന്റെ എല്ലാ പുതിയ സിലബസിനെ കുറിച്ചുള്ള എല്ലാ ക്ലാസ്സും അപ്ലോഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അസൈൻമെന്റ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ സിലബസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ മെന്ററിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. എല്ലാവർക്കും ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെന്ററിനെ കണക്ട് ചെയ്യുക, ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അസൈൻമെന്റ്സിന്റെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അസൈൻമെന്റ്സ് എഴുതുക. റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടിട്ട് നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഓറിയന്റേഷൻ കഴിയുന്നതോടുകൂടെ തന്നെ നമ്മുടെ ലൈവും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ എല്ലാവരും കാണുക. മാക്സിമം എന്ത് ചെയ്യുക, നമ്മുടെ ലേൺ വൈസിലുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തിട്ട് എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ എന്ത് ചെയ്യുക, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ് ഔട്ട് ആവട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.